ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും എന്നാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇപ്പോഴും എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള മലയാളത്തിലെ ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആത്മാവിനെ കുറിച്ച് ശിഷ്യനോട് ഉപദേശിക്കുന്ന 100 ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകങ്ങളിലൂടെയും ഗുരുദേവൻ ഈ അദ്വൈതത്തെ, അറിവിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മോപദേശ ശതകം നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന് ചില യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്ത് മുജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇത് പഠിക്കുവാൻ വരുന്ന ഒരു ജിജ്ഞാസുവിൻ്റെ, ഒരു ശിഷ്യൻ്റെ യോഗ്യതകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീത അങ്ങനൊരു സന്ദർഭം പറയുന്നുണ്ട് താനും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. അപ്പോൾ അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, നിനക്ക് ഈ വിദ്യ, ഈ ബ്രഹ്മവിദ്യ പഠിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് പറയുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. നീ ഇത് അറിയുന്ന, സാക്ഷാത്കരിച്ച ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് നമസ്കാരാദികൾ കൊണ്ട് ആ ആചാര്യനെ കണ്ട് നമസ്കരിച്ച് ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് നീ മനസ്സിലാക്കണം എന്ന് ഗീത പറയുന്നു. നമ്മൾക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനുള്ള സമയക്കുറവുകൊണ്ട് അത്രയും മനസ്സിലാക്കുക. ഇതേ കാര്യം തന്നെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ഗുരു പറയുന്നുണ്ട്. പ്രച്ഛേദ് കോഹമിതം കുതോ ജഗതിദം സ്വാമിൻ വദത്വം പ്രഭോ. അപ്പോൾ ഇവിടെയും പ്രണതി സേവാദേഹി പ്രസന്നം ഗുരും. ഗുരുവിനെ പ്രസന്നനാക്കേണ്ടത് എങ്ങനെയാണ്? പ്രണതി സേവാദേഹി, ഗുരുവിന് സേവ ചെയ്ത്, ഗുരുവിന് നമസ്കരിച്ച്, ഗുരുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഗുരുവിനെ പ്രസന്നനാക്കിയിട്ട് വേണം ആത്മവിദ്യ ചോദിക്കാനെന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയിലും ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ആത്മോപദേശ ശതകത്തിലും എന്ന് വേണ്ട എവിടെയൊക്കെയാണോ മഹർഷിമാർ ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ ആ ഉപദേശം ശരിയായ രീതിയിൽ ജിജ്ഞാസുവിലേക്ക് അല്ലെങ്കിൽ ശിഷ്യനിലേക്ക് പകർന്ന് കിട്ടണമെങ്കിൽ വേണ്ടുന്ന യോഗ്യതകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അന്വേഷണ ത്വരയോടുകൂടിയല്ല ഇന്ന് ആത്മവിദ്യ പഠിക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, അതിനു വേണ്ടി ആളുകൾ പോകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ലാളിത്യം, ഒരു ശിഷ്യനുണ്ടാകേണ്ട ലാളിത്യം, അതുപോലെ തന്നെ ഇഹാമുത്ര ഫലഭോഗ വിരാഗം, 4 യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തും പരലോകത്തും ഉള്ള ഇതിൻ്റെ 2 ലോകങ്ങളുടെയും, ഈ വേറെ നമ്മുടെ കണ്ണു തുറന്നിരിക്കുന്ന കാണുന്ന ഈ ലോകത്തെക്കുറിച്ചും അതുപോലെ ഇനി വേറെ ലോകങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അതിൻ്റെ പരിമിതികളും അതിൻ്റെ മറ്റ് വരുംവരായികളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തിയവൻ, അതിൽ വിരക്തി വന്നവൻ,
ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത്. മുമുക്ഷുത്വം. അപ്പോൾ സാധനാ ചതുഷ്ടയ സമ്പത്തി, ഇങ്ങനെ ഉള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ യോഗ്യതകൾ. ഇപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് പഠിക്കണമെങ്കിൽ യോഗ്യതകളുണ്ട്, അല്ലെങ്കിൽ PhDക്ക് പഠിക്കണ യോഗ്യതയുണ്ട്. ആ യോഗ്യതകൾ നേടിയവന് മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. വേദാന്തവും അതുപോലെ തന്നെയാണ്, ആത്മോപദേശ ശതകം അതുപോലെയാണ്, ദൈവദശകവും അതുപോലെ തന്നെയാണ്. ഒരു പ്രാർത്ഥനാ ഗീതമെന്നാണ് ദൈവദശകത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. പക്ഷേ ഉപനിഷത്തിൻ്റെ സാരമാണത്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ഓർമ്മ വെച്ച നാൾ തുടങ്ങി ചൊല്ലുന്ന ആളുകളുണ്ട്. പക്ഷേ അവരിൽ യാതൊരുവിധ ചലനങ്ങളും ഇത് യാന്ത്രികമായി ചൊല്ലിയിട്ട് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മളിലും അങ്ങനെ തന്നെ ആണ്. നമ്മൾ എത്ര പേര് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ചൊല്ലുന്നുണ്ട്? ഒരു ധ്യാനത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ അതിനെ എടുക്കുന്നുണ്ടോ? നമ്മൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മളത് ചൊല്ലിയത് കൊണ്ട് മാത്രം എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഗുരു പറയുന്നു ആത്മോപദേശ ശതകത്തിൽ, ഇതിന് അയോഗ്യൻ എങ്കിൽ, കാരണം ഈ പറയുന്ന രീതിയിൽ യോഗ്യത നേടാത്ത ഒരുത്തനാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ ഗുരുവിൻ്റെ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തണം. അപ്പം ആ ബ്രഹ്മവിദ്യയ്ക്ക് പാകമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മിക്കവാറും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ 12 വർഷം ഗുരുവിൻ്റെ കൂടെ നിൽക്കണമെന്നും ഗുരുവിന് സേവ ചെയ്യണമെന്നും പറയുന്നതിൻ്റെ കാരണം ആ വ്യക്തിക്ക് യോഗ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരു അതിൽ പറയുകയാണ്, ഇതിന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന, അതായത് ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് സേവ ചെയ്ത് അവൻ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ശുദ്ധമാക്കുക. ആ ഒരു പ്യൂരിഫിക്കേഷൻ നമുക്ക് എളുപ്പത്തിൽ നടക്കുന്നത് ഈ മഹാത്മാവിൻ്റെ, ഇപ്പം നമുക്ക് എടുത്തു പറഞ്ഞ് കൊടുക്കാവുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ, രമണ മഹർഷി, ചട്ടമ്പി സ്വാമികൾ, വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസർ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ പാദസേവ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ പ്രസന്നനാക്കിയിട്ട്, അപ്പോൾ അന്ന് കൂടെ ഉണ്ടായ ആളുകൾക്കത് മനസ്സിലായില്ല. ഇന്ന് അതുപോലുള്ള ആളുകൾ വളരെ കുറവാണ് താനും. അഥവാ ഉണ്ടെങ്കിലും അവരങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വരാറുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ മറ്റുള്ളവരറിയാത്ത രീതിയിൽ സഞ്ചരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ ആളെ കണ്ടെത്തി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ ബ്രഹ്മവിദ്യ കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.